CJP സമരത്തിന്റെ പേരിൽ ജന്തർ മന്ദറിൽ കലാപം നടത്താൻ നടന്നത് വൻ പണമൊഴുക്ക്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനും റീലുകൾ പോസ്റ്റ് ചെയ്യാനും വൻതുക വാഗ്ദാനം ചെയ്തെന്ന നടി ആകാംക്ഷ പുരി. CJP ഫണ്ടർമാർ വിമാനയാത്രാ ടിക്കറ്റും താമസവും പണവും വാഗ്ദാനം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ. കേരളത്തിൽ നിന്നടക്കമെടുത്തിയ ഇൻഫ്ലുവൻസർമാർക്ക് പണം ലഭിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ആദ്യം അവരുടെ പ്രതികരണം കേൾക്കാം. मुझे क्या बहुत से आर्टिस्ट को एंड आई थिंक बहुत जितने भी लोगों से आप बात करेंगे वो बताएंगे आपको कि हमें ऐसे मैसेजेस आए, हमें टिकट्स ऑफर हुए, हमें स्टे ऑफर हुआ कि आप आइए, हम लोग के साथ दिखिए, सपोर्ट कीजिए, इस पे इतने पोस्ट डालिए, इस पे रील डालिए. तो मुझे बहुत ही दुख हुआ ये देख के कि आपने इस मुद्दे को भी नहीं छोड़ा. ये कोई कंटेंट नहीं है, प्लीज इसे कंटेंट मत बनाइए. ये एक मुद्दा है, बहुत सीरियस मुद्दा है, इसे सॉल्व करिए और इन बच्चों का साथ दीजिए. ये हमारे देश का फ्यूचर है, बस साथ दीजिए और कुछ मत. വളരെ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലാണ് ആകാംക്ഷ പുരി നടത്തിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസർമാരെ, സെലിബ്രിറ്റികളെ ഈ പാറ്റാ സമരവേദിയിലെത്താനും അവിടെ വീഡിയോകൾ എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും അത് പ്രചരിപ്പിക്കാനും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കാനുമൊക്കെ പണവും വിമാന ടിക്കറ്റും യാത്രാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. ഇപ്പോൾ TS ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, കേരളത്തിൽ നിന്നടക്കം എത്തിയ സെലിബ്രിറ്റികളുണ്ട്. അവർ പല ചാനൽ ക്യാമറകളുടെയും മുന്നിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് നമുക്കറിയാം. ഈ പ്രതിഷേധത്തെ എത്രത്തോളം കത്തിക്കാൻ കഴിയുമോ അത്രത്തോളം കത്തിക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിലൊക്കെ കൃത്യമായ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നടി ആകാംക്ഷ പുരിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. ആദർശ്, ഈ നടി ആകാംക്ഷ പുരി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ തന്നെ ഈ പാറ്റാ സമരവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പിന്തുണ നൽകുന്നതിലും അതുമല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്ന സഹായങ്ങൾ സംബന്ധിച്ചുമൊക്കെ വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗമടക്കം ഇത് സംബന്ധിച്ച ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ആകാംക്ഷ പുരിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിനെ കാണാൻ. കാരണം ഈ പാറ്റാ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിനും ഇതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനുമൊക്കെ വൻ തുകകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത്തരത്തിൽ തനിക്ക് വാഗ്ദാനം കിട്ടിയിരുന്നു എന്ന് ആകാംക്ഷ പുരി പറയുമ്പോൾ ഈ സമരത്തെ പിന്തുണച്ചു വന്ന ചിലർ, നിഷ്കളങ്കരായിട്ട് പെരുമാറുന്ന ചിലർ, സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ, കേരളം മുതൽ ഇങ്ങ് ഡൽഹി വരെ അതുമല്ലെങ്കിൽ അങ്ങ് ശ്രീനഗർ വരെയുള്ള ചില ഇൻഫ്ലുവൻസർമാർ, അവർ സിനിമയിലും മറ്റും അഭിനയിക്കുന്നവർ, അപ്പോൾ അത്തരത്തിലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പാറ്റാ സമരത്തെ പിന്തുണയ്ക്കുന്ന സമീപനം, പിന്തുണയ്ക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, പിന്തുണയ്ക്കുന്ന നിലപാടുകൾ, പിന്തുണയ്ക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ, അങ്ങനെ എല്ലാത്തിനും പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢ നീക്കവും സാമ്പത്തിക ഇടപാടും നടന്നു എന്ന് തന്നെയാണ് ആകാംക്ഷ പുരി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതായിട്ട് മാറുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ നിന്നടക്കമുള്ളവർ ഈ സമരത്തിലേക്ക് എത്തുന്നു. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സമരത്തെക്കുറിച്ച് പറയുന്നു. ഒപ്പം തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയുള്ള വിമർശനം, ഈ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനം, അങ്ങനെ അത് ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ മുതൽ ഇന്ന് താഴേക്കിടയിലുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാർ വരെ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന രീതി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വലിയ ഒരു ഗൂഢാലോചനയും വലിയ സാമ്പത്തിക ഇടപാടുമാണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ ആകാംക്ഷ പുരിയുടെ ഈ വെളിപ്പെടുത്തൽ ഏറെ ശ്രദ്ധേയമാകുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടാക്കൂട്ടം ഇത്തരത്തിൽ സിനിമാ താരങ്ങളെയും ഇൻഫ്ലുവൻസർമാരെയും ഒക്കെ രംഗത്തിറക്കുകയും അവർക്ക് ആദർശാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ എത്തിയവർക്ക് പണമൊരുക്കാൻ സംവിധാനങ്ങൾ അത് പുറത്തു നിന്നെത്തിയതാണ്, വിദേശത്ത് നിന്ന് എത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയിൽ നിന്ന് ഇത് കത്തിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും എതിരെ നടപടികളും ഉണ്ടാകും.